നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് ആ പാപമോചനം, അത് മുഹമ്മദ് നബിയോട് ചോദിക്കണം. അതിവിടെ നിൽക്കൂലട്ടോ. 1-2 കാര്യം എന്നല്ല. ഇനി കുറച്ചും കൂടി പോയാൽ ഒരു 300 ചില്ലാനും കൊല്ലം അല്ലെങ്കിൽ 400 കൊല്ലത്തിന്റെ അടുത്ത് പഴക്കമുള്ള ഒരു മാല കിതാബുണ്ട് നമ്മുടെ നാട്ടിൽ. ആ കിതാബിന്റെ പേരാണ് കുത്തുബിയത്ത് എന്ന് പറയാം. എന്ത് ബൈത്ത്? കുത്തുബിയത്ത്. കുത്തുബൈത്തല്ല, കുത്തുബിയത്ത്. ഓരോ നാട്ടിൽ ഓരോ പേരാണ്. കുറച്ചും കൂടി വേറെ സാധനം ഉണ്ട്, 410-12 കൊല്ലം പഴക്കമുള്ള മുഹീദ്ദീൻ മാല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ ചോദനമാണെന്നൊക്കെ പറയില്ലേ? ആത്മീയല്ല, ഇതാണ് ചോദന. നോക്കൂ നമ്മൾ പ്രിയപ്പെട്ടവരെ, ഈ കുത്തുബിയ്യത്ത് ബൈത്തിൽ കാണാ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മഹാപണ്ഡിതൻ. ആ മഹാപണ്ഡിതനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് നേർക്ക് നേരെ മഴ പെയ്യിപ്പിച്ചു തരണേ, ശൈഖേ ഹിദായത്തിലാക്കണേ, ശൈഖേ നിങ്ങൾ നരകത്തുനിന്ന് കാക്കണേ എന്നിങ്ങനെ ശൈഖിനോട് നേർക്കുനേരെ ചോദ്യം. അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാ അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നവൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജുമഅയിൽ കടന്നു വന്നിട്ട് ഒരാൾ പറഞ്ഞു പോയത്, മുഹമ്മദ് നബിയെ മഴയില്ല. നബി തിരുമേനി ചോദിച്ചത് അല്ലാഹുവിനോടാണ് മഴക്ക് വേണ്ടി. അഹ്ലു സുന്നത്ത് മുഴുവനും പഠിപ്പിക്കുന്നത് മഴക്ക് വേണ്ടി കാവല് തേടേണ്ടത് അല്ലാഹുവിനോടാണ്, മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. എന്നാൽ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നത് മുഹീദ്ദീൻ ശൈഖിനോടായാലോ? ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, ഞങ്ങൾക്ക് ഓതി കേൾപ്പിച്ചാൽ എന്തറിയോ? യാ ഖുത്ബ അഹ്ലിസ് സമാ വല്ലർള ഔസഹുമാ യാ ഫൈദ ഐന വജൂദിഹിം വഗൈതഹുമാ യാ ഖുത്ബ അഹ്ലിസ് സമാ, ആകാശഭൂമികളുടെ കുത്തുബ്, കേന്ദ്രബിന്ദു, അച്ചുതണ്ട്, ഭൂമിക്കുണ്ട് അച്ചുതണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അതേമാതിരി മൊത്തം കൺട്രോൾ ചെയ്യണവരെ അള്ളാഹനെല്ലട്ട് വിളിക്കണത്, മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കണം. എന്നിട്ട് പറയണമെന്നറിയോ? ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയും അരുവിയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. സുബ്ഹാനല്ലാഹ്, ആ ശൈഖ് അവറുകൾ പോലും അള്ളാഹുവിനോടാണ് മഴക്ക് വേണ്ടി ദുആയിരുന്നത്. ആ ശൈഖ് അവറുകളുടെ കാലത്ത് മഴ പെയ്യിപ്പിച്ചത് അള്ളാഹുവാണ്. എല്ലാ ശൈഖന്മാരുടെ കാലത്തും മഴ പെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ്, വെള്ളം ഒഴുക്കുന്നത് അള്ളാഹുവാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാലപ്പാട്ടിലുള്ളത് മുഹീദ്ദീൻ ശൈഖാണ്. ഇത് പറഞ്ഞാൽ നമ്മളോട് ആളുകൾ പറയുന്നറിയോ, എന്താ കളി പറയണത്? അപ്പൊ നമ്മുടെ വാപ്പാർക്കും വല്യപ്പാർക്കും ഈ മഹാന്മാരായ ഉസ്താദന്മാർക്കൊന്നും പല ഉസ്താദന്മാർക്കൊന്നും ഇത് തിരിഞ്ഞില്ല എന്നാണോ? മറുപടിയാണ്. ഇനി നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞു കൊടുത്തോക്കി. ഇതേ കുത്തുബിയത്തിൽ തന്നെ പ്രിയപ്പെട്ട സഹോദര ഇതേ കുത്തുബിയത്തിൽ കാണാൻ ഹിദായത്ത് ചോദിക്കുന്നു അള്ളാഹുവിനോടല്ല, ആ ശൈഖിനോട്. ഇതേ കുത്തുബിയത്തിൽ തന്നെ കാണാൻ നരകത്തിൽ നിന്ന് കാക്കണേ, അള്ളാഹുവിനോടല്ല, ആ ശൈഖിനോട്. ഇതിന്റെ വകല്ല ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മില്ലല്ലാഹ് ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലീം മുഹിയദ്ദീനി. ആർക്കൊരു ജവാബ് ഓർമ്മയുണ്ടോ? യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. അങ്ങനെ അവർക്ക് ഓർമ്മയുണ്ടാവില്ലേ? പണ്ട് നമ്മൾ ഓതിയത്, എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചത്, എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയത്. മാത്രമല്ല ഉസ്താദ് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഒപ്പിക്കുകയും ചെയ്തു. ലൈറ്റാണ് ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഉസ്താദ് കണ്ടോ മഹാനവറുകളുടെ കാല്. ആരെ കാല്? മൂപ്പര് ചവിട്ടിയതാണ്, മൊയ്തീൻ ശൈഖിന്റെ കാല്. ഇതുവരെ നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും കേൾക്കില്ല. അപ്പൊ നിങ്ങൾ ഓതിപ്പോലെ, കാരണം ഇപ്പൊ കാല് വെച്ചാൽ ഇപ്പൊ ആ കാലിന് അടിക്കും ആൾക്കാർ. അപ്പൊ ആൾക്കാർ കുറച്ചുകൂടി ഉയരം വെച്ചു. അൽഹംദുലില്ലാ. എന്താ ഇതിൽ പറയണറിയോ? ശൈഖ് അവറുകളെ, അങ്ങൊന്ന് പ്രവേശിച്ച ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അങ്ങ് നിന്നെ കൂടി പ്രവേശിക്കണമേ. അത് അല്ലാഹു അങ്ങേക്ക് തന്നതാണ്. ഈ ഹിദായത്തിലാക്കാനുള്ള ഈ അവസ്ഥ അല്ലാഹു അങ്ങേക്ക് തന്നതാണ്. മഅദല്ലാഹ്. അള്ളാന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ എളാപ്പ മരിക്കാൻ നേരമായപ്പോ നബി തിരുമേനി ചെന്നിട്ട് പറഞ്ഞു പോയി, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊന്നളാപ്പ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. അതില ഇതെങ്ങനെ 4 ഭാഗം നോക്കി. ഉത്ബത്തും ഷൈബത്തും അബൂജാഹിലും അബൂലഹബും എന്താ പറയാ, എല്ലാ ലഅനത്താക്കപ്പെട്ട ഒരു മുഴുവൻ നിൽക്കുകയാണ്. അബൂജാഹിൽ പറഞ്ഞു, പാരമ്പര്യത്തിലല്ലാതെ മരിച്ചുപോയി എന്നെ കുറിച്ച് ആൾക്കാർ പറയട്ടോ. മൂപ്പര് പറഞ്ഞു, എന്ത്? അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ ഞാൻ മരിക്കണമെന്നത് മരിച്ചുപോയി. സങ്കടം സഹിച്ചില്ല നബി തിരുമേനിക്ക്. എളാപ്പയാണ്, സംരക്ഷിച്ചവരാണ്. അല്ലാഹു ആയത്തിറക്കി കൊടുക്കുകയാണ്, ഇന്നക ലാ തഹദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദ് നബിയെ, അങ്ങൊന്നിന് ഒരാളെ ഹിദായത്തിലാക്കാനുള്ള അവകാശമില്ല. അങ്ങൊന്ന് ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ഹിദായത്തിലാക്കൂല. അല്ലാഹു
ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ അങ്ങേക്ക് കഴിയൂല. അള്ളാഹു അവൻ ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കുന്നു. ആ മുഹമ്മദ് നബിക്ക് പോലും, ലോകത്തിന്റെ നേതാവിന് പോലും, അമ്പിയാക്കളുടെ നേതാവിന് പോലും, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഒന്നാമതായി കടന്നു പോകുന്ന ലോകത്തിന്റെ നേതാവിന് പോലും പ്രിയപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് പ്രിയമുള്ളവരെ മഹാനായ ശൈഖ് അവറുകൾ നമ്മളെ ഹിദായത്തിലാക്കുക? ചോദ്യമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ ഹിദായത്തിലാക്കണേന്നാ നമ്മൾ നിസ്കാരത്തിൽ ചോദിക്കണത്. പക്ഷെ കുത്തുബിയത്തിലെത്തുമ്പോഴോ ശൈഖേ നിങ്ങൾ ഞങ്ങളെ ഹിദായത്തിലാക്കണേ. ഇത് പറഞ്ഞാ പറയും എന്ത് പാരമ്പര്യം, താവഴി, തറവാട്, കാക്കകാരണന്മാര്, പല പല മഹാന്മാര്, 8-ാം പ്രമേയം, 6-ാം പ്രമേയം, എന്തൊക്കെയാ പറയിച്ചിട്ടാ? ഇതൊന്നും പ്രിയപ്പെട്ടവരെ ശരിയായതല്ല. ഇതൊക്കെ പറയുമ്പോഴും ഈ മറുപടി പറയും എന്ത്? ഞങ്ങളുടെ ഉപ്പമാരെ ഏതൊരു മാർഗത്തിലാണോ കണ്ടത് അത് മതി ഞങ്ങൾക്ക്. തീർന്നില്ല. ഇനി നിങ്ങളൊക്കെ അടുത്തത് നാശകരമായ ലളാ എന്ന നരകത്തെ തൊട്ട് ഞങ്ങൾ അങ്ങൊന്നിനോട് കാവൽ ചോദിക്കുന്നു ശൈഖ് അവറുകളെ. ലളാ എന്ന് പറഞ്ഞാൽ നാശകരമായ തലയുടെ തൊലിയുരിച്ചു കളയുന്ന ഒരു നരകത്തെ കുറിച്ചാണ്. ഒരു പാർട്ടാണ് സഖർ, ജഹന്നം, വൈൽ എന്നൊക്കെ ഇങ്ങനെ ഓരോ പാർട്ടാക്കി തിരിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കിനെന്തര കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ, തലയുടെ തൊലിയിരിച്ചു കളയുന്ന നാശകരമായ നരകാഗ്നി. അതിന് അല്ലാഹുവിനോടാണ് കാവൽ ചോദിക്കേണ്ടത്. നബി തിരുമേനി കാവൽ ചോദിച്ചത് അല്ലാഹുവിനോടാണ്. അല്ലാഹുമ്മ ജിർനീ മിനന്നാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു പോയത്, നിങ്ങളിൽ ഒരാൾ 3 തവണ റബ്ബിനോട് സ്വർഗ്ഗത്തെ പറ്റി ചോദിച്ചാൽ, നിങ്ങളൊരാൾ 3 തവണ റബ്ബിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ, അല്ലാഹുവിനോട് ചോദിച്ചാൽ, ശൈഖിനോടൊന്നല്ല, എന്നോടൊന്നല്ല, അള്ളാഹിനോട് ചോദിച്ചാൽ, എന്താ അള്ളാഹിനോട് ചോദിച്ചാൽ? സ്വർഗരാജ്യം ഇയാൾക്ക് വേണ്ടി പറയുമത്രേ അല്ലാഹുവേ നീയാണ് സ്വർഗത്തിലാക്കണേ. നരകരാജ്യം ഇയാൾക്ക് വേണ്ടി പറയുമത്രേ അല്ലാഹുവേ ഇയാളെ നീ നരകത്തെ തൊട്ട് കാക്കണമേ. അവിടെ ചോദിച്ചത് സ്വർഗത്തോടല്ല, ചോദിച്ചത് നരകത്തോടല്ല. ഈ നരകത്തെയും സ്വർഗത്തെയും രക്ഷയുടെയും ശിക്ഷയുടെയും കേന്ദ്രമാക്കി വെച്ച അല്ലാഹുവിനോടാണ്, റബ്ബുൽ ഇസ്സത്തിനോടാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 3 തവണ റബ്ബിനോട് ചോദിച്ചാൽ നമുക്ക് കിട്ടുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വാസമാണ് സ്വഹാബത്തിന്റെ വിശ്വാസം. ഇതാണ് റസൂല് പഠിപ്പിച്ച വിശ്വാസം. അള്ളാന്റെ റസൂല് സ്വഹാബത്തിന്റെ മുന്നിൽ വിട്ടേച്ച വിശ്വാസം എന്നറിയോ? പാപം പൊറുക്കുന്നവൻ അള്ളയാണ്, മാപ്പാക്കുന്നവൻ അള്ളയാണ്, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടത് അള്ളാനോടാണ്, സ്വർഗം ചോദിക്കേണ്ടത് അള്ളാനോടാണ്, സുജൂദ് ചെയ്യേണ്ടത് അള്ളാന്റെ മുന്നിലാണ്, നേർച്ച സമർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്, ബലി സമർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്, സത്യം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പേരിലാണ്. ഇബാദത്തിന്റെ ഇനങ്ങളോ ഇബാദത്തിന്റെ വകുപ്പുകളോ ഒന്നുപോലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പാടില്ലെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു പോവുകയാ. ഇതാണ് സ്വഹാബത്ത് ശീലിച്ചത്. സ്വഹാബത്തിൽ ഒരാളും തന്നെ കുടുങ്ങിയ നേരത്ത് നബിയെ വിളിച്ചിട്ടില്ല. ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതവരെ പഠിപ്പിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇടങ്ങാറാകുമ്പോ, മുസീബത്ത് വരുമ്പോ ഒരു നിലക്കും മഹാന്മാരായ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ടില്ല അള്ളാഹുവിനെ അല്ലാതെ. ഞാനീ പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകാനുള്ള സാധാരണ ഭാഷയാണ്. കിതാബിന്റെ ലോകമൊക്കെ ഇൻഷാ അല്ലാഹ് വേറെ തന്നെ ഉണ്ട്. ഇബാറത്തുകളും അള്ളാഹുവിന്റെ ദീന് പഠിച്ച പണ്ഡിതന്മാരുടെ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുടെ കിതാബിന്റെ ഇബാറത്തുകളൊക്കെ പറഞ്ഞു. ഞാൻ അതൊന്നും ഇവിടെ പറയാത്തത് ലളിതമായി കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങൾ, അപ്പോ അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരിക, അവിടെയാണ് വിശ്വാസം. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചതെന്തോ അതാണ് വിശ്വാസം. അതിലേക്ക് നമ്മൾ വരേണ്ടത്. നബി പഠിപ്പിച്ചിട്ട് സ്വഹാബത്ത് ആചരിച്ച വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം. അവിടെ തേട്ടം അള്ളാഹിനോട് മാത്രമാണ്, മഹാന്മാരോടില്ല. അവിടെ ചോദ്യം അള്ളാഹിനോട് മാത്ര, മഹത്തുക്കളോടില്ല. അവിടെ നേർച്ച അള്ളാഹ്ക്ക് മാത്ര, മഹത്തുക്കൾക്കില്ല. അവിടെ ബലി, ഖുർബാൻ അത് അള്ളാഹ്ക്ക് മാത്ര, മഹത്തുക്കൾക്കില്ല. അവിടെ സത്യം ചെയ്യൽ, എന്താ സത്യം ചെയ്യല്? എന്റെ അമ്മയാണ് സത്യം, എന്റെ ബാപ്പയാണ് സത്യം, എന്നെ ഔലിയാണ് സത്യം, അങ്ങനെ പറഞ്ഞിട്ട് മുത്ത് നബിയാണ് സത്യം, മമ്പറം തങ്ങളാണ് സത്യം, നിങ്ങളെ വടകരയിൽ ഏതെങ്കിലും ജാറുണ്ടെങ്കിൽ ജാറത്തിലെ ഷെയ്ഖാണ് സത്യം, തോന്നുന്നിടത്തൊക്കെ സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നറിയോ? സഹോദരിമാരെ ശരിക്കും ശ്രദ്ധിച്ചോളിയും. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ, മുഹമ്മദ് നബിയെ തന്നെ പിടിച്ചിട്ട് ഒരാൾ സത്യം ചെയ്താൽ, ഫഖദ് കഫറ, അപ്പൊ തീർച്ചയായും അവൻ കാഫിറായി, ഔ അശ്റക, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയാണ് സത്യം, ബാപ്പയാണ് സത്യം എന്ന് പറയാൻ പാടില്ല. ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ പേര് സത്യം ചെയ്യാൻ പറ്റൂല.
നോക്കി നിങ്ങൾ, ജാഹിലിയത്തിലെ മുശ്രിക്കുകൾക്ക് ഒരു പണിയുണ്ടായിരുന്നു, ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ വാക്കാണ് പരിഹാരം, തൗഹീദിന്റെ വാക്കാണ് പ്രായശ്ചിത്തം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരർത്ഥത്തിലുമുള്ള തേട്ടങ്ങൾ ഒരാളോടും പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നത് വലിയ അപകടമാണ്. അത്തരം അപകടങ്ങളുടെ ലോകത്താണ് ഈ സമുദായത്തിലെ ഒരു വിഭാഗമുള്ളത്. അത് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയും, കണ്ടോ കാഫിറാക്കുന്നു, കണ്ടോ മുശ്രിക്കാക്കുന്നു. ഞാൻ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് പ്രിയമുള്ളവരെ, നമ്മൾ ആരും കാഫിറാക്കിയിട്ടില്ല, നമ്മൾ ആരും മുശ്രിക്കാക്കിയിട്ടില്ല. ഇത് നമ്മൾ ഏർപ്പാടുമല്ല. പിന്നെന്താ, ഇന്നത് കുഫറാണ്, ഇന്നത് ശിർക്കാണ്, ഇന്നത് ബിദ്അത്താണ്, ഇന്നത് ഹറാമാണ് എന്ന് പറയും. അപ്പൊ അതുള്ളവന് എന്ത് മനസ്സിലാവും? അത് ഹറാമാണ്, തെറ്റാന്ന് മനസ്സിലാവും, തിരുത്തണം. അതിന് പകരം കണ്ടോ എന്നെ കാഫിറാക്കി, എന്നെ മുശ്രിക്കാക്കി എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറയണേ, ഈ സമുദായത്തിൽ ഒരുപാട് ആൾക്കാർ കള്ളുടിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും പറയോ എന്ത് അബദ്ധങ്ങൾ പറയണേ, സമുദായത്തിൽ ഒരാളും കള്ളുടിക്കണില്ല എന്ന് പറയൂ? ഇല്ല. ഈ കാഫിറാരോപണം നടത്തുന്നവർ പോലും പറയില്ല, ഞങ്ങളെ മുശ്രിക്കാക്കുന്നു പറയുന്നവർ പറയില്ല. ഈ സമുദായത്തിൽ ധാരാളക്കണക്കിന് നമസ്കാരക്കാർ പോലും വീടുണ്ടാക്കാൻ, വാഹനം വാങ്ങാൻ, മോളെ കെട്ടിക്കാൻ, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ബാങ്കിൽ ലോൺ എടുക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കോ? ഇല്ല എന്ന് പറയോ? ഉസ്താദ് ഞങ്ങൾ നുണ പറയരുതെന്ന് പറയോ? ഇല്ല, പറയില്ല. ഈ സമുദായത്തിലെ ചെറുപ്പക്കാര കൂട്ടത്തിൽ ഒരുപാട് പേർ കഞ്ചാവിനടിമകളായി, ലഹരിക്കടിമകളായി, സ്ത്രീകൾക്കടിമകളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും പറയും എന്നോട്, ഉസ്താദെ വെറുതെ സമുദായത്തിലെ ചെറുപ്പക്കാരെ പറ്റി കുറ്റം പറയരുത്? ഇല്ല, ഉണ്ട് ഉസ്താദ്, നിങ്ങൾ പറഞ്ഞ് ശരിയാണ്. ഈ സമുദായത്തിൽ ഒരുപാട് ഭർത്തൃമതികളായ സ്ത്രീകൾ അന്യന്റെ കൂടെ ചാടിപ്പോയിട്ടുണ്ടേ. 2 വയസ്സുള്ള 4 വയസ്സുള്ള 4 മക്കളുള്ള ഒരു മാതാവ് തൊട്ടപ്പുറത്തെ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ചാടിപ്പോയിട്ടുണ്ടേ എന്ന് ഞാൻ പറഞ്ഞാൽ ഈ സമുദായത്തിലെ ആളുകൾ എനിക്കെതിരെ തിരിഞ്ഞിട്ട് പറയോ എന്ന് തോന്നിവാസങ്ങൾ പറയുന്നത്? പറയൂല, പറയൂല, പറയൂല. ഉസ്താദ് ഞാൻ പറഞ്ഞൊക്കെ ശരിയാണ്. കള്ളുടിക്കണ്, വ്യഭിചരിക്കണ്, മോഷ്ടിക്കണ്, പിടിച്ചു പറിക്കണ്, വൃത്തികേട് കളിക്കണ്, കൊട്ടേഷൻ ഏർപ്പെടുന്നു. ഇസ്ലാം പഠിപ്പിക്കാത്ത എല്ലാ തമ്മാടിത്തരങ്ങളും തണ്ടിത്തരങ്ങളും ചെയ്യുന്നുണ്ട്. നിസ്കരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ ഇല്ലാന്നറിയോ? നിസ്കരിക്കുന്നില്ല, നോമ്പൊൽക്കണില്ല, സക്കാത്തിന് അവകാശമായിട്ട് കൊടുക്കണില്ല, മുന്നിൽ വരുന്ന ആളുകൾക്ക് ക്യൂ നിർത്തി ചക്കാത്ത് കൊടുക്കാൻ ആളുകളുള്ളത് എന്ന് പറഞ്ഞാലോ അത്ത കലക്കി എന്നാ പറയാ. എന്നെ അംഗീകരിക്കും. അതൊക്കെ നിങ്ങൾ അംഗീകരിക്കെങ്കിൽ ഞാൻ വീണ്ടും പറയണോ, ഇതൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ സമുദായത്തിനകത്ത് ശിർക്കുണ്ട്, നിഷേധിക്കരുതേ. ഈ സമുദായത്തിനകത്ത് ബിദ്അത്തുണ്ട്, നിഷേധിക്കരുതേ. ഈ സമുദായത്തിനകത്ത് ഖുറാഫാത്തുണ്ട്, നിഷേധിക്കരുതേ. കുഫറിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ നിഷേധിക്കരുതേ. അതിൽ ശിർക്കിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്ന ചില സൂചനകളാണ്. റബ്ബിനോട് തേടേണ്ട തേട്ടങ്ങൾ, അത് റബ്ബിന്റെ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവരോട് തിരിച്ചുവിടുന്ന സമുദായത്തിലെ ചില ആളുകളുടെ പ്രയോഗങ്ങളെയാണ് നമ്മളിവിടെ സൂചിപ്പിച്ചു പോയത്. അതിനാണ് മങ്കൂസ് മൗലൂദ് തെളിവാക്കിയത്. അത് മനുഷ്യനെ കൊണ്ടുപോകുന്നത് ബിദ്അത്തിലേക്കാണ്, ശിർക്കിലേക്കാണ്, നരകത്തിലേക്കാണ്. അതിനാണ് ഖുതുബിയ്യത്ത് തെളിവാക്കിയത്. അത് മനുഷ്യനെ കൊണ്ടുപോകുന്നത് പച്ച ശിർക്കിലേക്കാണ്, കുഫറിലേക്കാണ്. അതിനാണ് മുഹീദ്ദീൻ മാല തെളിവാക്കിയത്.